മക്കളെ സ്നേഹാവസാണ് ഹിന്ദിയാണ് എടുക്കുന്നത്. വരും നമുക്ക് കുറച്ചു നേരം ഹിന്ദി പഠിക്കാം അല്ലേ. അപ്പം മക്കളുടെ എക്സാം ഒക്കെ കഴിഞ്ഞു, ഓണം വെക്കേഷൻ ഒക്കെ കഴിഞ്ഞു. ഇനി നമ്മുടെ മുമ്പിലുള്ള എക്സാം എന്ന് പറയുന്നത് ക്രിസ്മസ് എക്സാം ആണ് അല്ലേ. അപ്പൊ ഇനി ക്രിസ്മസ് എക്സാമിന് ഹിന്ദിയിലേക്ക് ഇനി എന്തൊക്കെയായിരിക്കും പഠിക്കാനുണ്ടാവുക എന്നുള്ള ഡൗട്ടിലായിരിക്കും മക്കൾ ഉണ്ടാവുക. ഓക്കെ, നമുക്ക് ആദ്യം എക്സാമിന് എന്തൊക്കെ ചോദിക്കാൻ ചാൻസ് ഉണ്ട് എന്നുള്ള കാര്യം പറയാം. അതായത് ഓണം എക്സാമിന് കുറച്ച് കാര്യങ്ങൾ മാത്രമേ നമുക്ക് ക്രിസ്മസ് എക്സാമിന് വരത്തുള്ളൂ. മെയിൻ ആയിട്ട് മക്കൾ പഠിച്ചിരിക്കേണ്ട ഭാഗം എന്ന് പറയുന്നത് എന്താണ്? ഇനി മിസ് പറയാൻ പോകുന്ന ചാപ്റ്റേഴ്സ് ആണ്. അതായത് 2 യൂണിറ്റുകളാണ് നമുക്ക് ഇനി അങ്ങോട്ട് ക്രിസ്മസ് എക്സാമിലോട്ട് മാർക്ക് മേടിക്കാൻ വേണ്ടി പഠിക്കാനുള്ളത്. അത് ഏതൊക്കെയാണ് എന്നാണ് പറയാൻ പോകുന്നത്. ഓക്കെ, ശ്രദ്ധിച്ചു മക്കള്. ഈ കൈത്തീൻ നമുക്ക് യൂണിറ്റ് 1ഉം യൂണിറ്റ് 2ഉം നമ്മൾ നല്ല സൂപ്പറായിട്ട് പഠിച്ചു കഴിഞ്ഞു, സൂപ്പറായിട്ട് എഴുതി കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ അഥവാ മാർക്കൊക്കെ കുറഞ്ഞു പോയാലും സാരമില്ല. മക്കൾ ആദ്യമായിട്ട് ഹിന്ദി കാണുന്നതിൻ്റെ പ്രശ്നങ്ങളൊക്കെ അതിലുണ്ടാവും. പിന്നെ ആദ്യമായിട്ട് ഹിന്ദി എക്സാം എഴുതുന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടാവും. സാരമില്ല, പോട്ടെ. നമ്മൾ എന്താണ് ക്രിസ്മസ് എക്സാമിൽ നമുക്ക് പൊളിക്കണം അല്ലേ. ക്രിസ്മസ് എക്സാമിൽ പൊളിക്കണമെങ്കിൽ ഇത്രയും ചാപ്റ്ററുകളാണ് നമ്മൾ പഠിച്ചു തീർക്കേണ്ടത് അല്ലേ. നോക്കിക്കേ, തീൻ കൈത്തീൻ 3ാമത്തെ യൂണിറ്റിൽ നമുക്ക് റിംജിം റിംജിം എന്ന് പറയുന്ന പാഠമാണ് പഠിക്കാനുള്ളത്. റിംജിം റിംജിം എന്ന് വെച്ചാൽ എന്താണ്? മഴയുടെ സൗണ്ട് ആണല്ലേ. നമ്മൾ എന്താണ് റിംജിം റിംജിം മഴ പെയ്തു എന്നാണ് പറയുക കേട്ടോ. അപ്പോൾ അതിൻ്റെ മഴയുടെ സൗണ്ടാണ്. അപ്പോൾ മഴയൊക്കെ കുറിച്ച് പഠിക്കുന്ന ഒരു ചാപ്റ്റർ ആണ് എന്ന് മനസ്സിലായല്ലേ. അതിൽ ആദ്യത്തെ ചാപ്റ്റർ പ്രകൃതിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള സംഭവമാണ്. എന്താണ്? പേട് കാ ജാദു, മരത്തിൻ്റെ എന്ത് മാജിക് എന്ന് പറയുന്ന ഒരു കുഞ്ഞു കഥ പോലത്തെ ഒരു സംഭവമാണ്. നമുക്ക് വിനോദ് കുമാർ ശുക്ലാണ് എഴുതിയിട്ടുള്ളത്. എഴുതിയ ആളൊന്നും പഠിച്ചില്ലെങ്കിലും വേണ്ടില്ല, നല്ല സൂപ്പർ ആയിട്ടുള്ള ഒരു കുഞ്ഞു കാര്യമാണ് നമുക്ക് പഠിക്കാനുള്ളത്. മരത്തിന്റെ മാജിക് അല്ലെ. ഈ പിക്ചറൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും മരം നമ്മൾ എന്തിനൊക്കെ ഉപയോഗിക്കുന്നുണ്ട് അല്ലെ. നമുക്ക് വെറുതെ എന്താണ് വെറുതെ നമ്മൾ മരം എന്ന് പറയുന്നതല്ല, അതിൻ്റെ ഉള്ളിൽ ഒരുപാട് ആളുകളല്ലേ, ഒരുപാട് ജീവികൾ താമസിക്കുന്നുണ്ട്. നമ്മളെന്താണ് നമുക്ക് ഫലം തരുന്നുണ്ട്, നമുക്ക് തണൽ തരുന്നുണ്ട്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മരം തരുന്നുണ്ട് അല്ലെ. അപ്പം മരം എന്താണ്? ഒരു മെജീഷ്യൻ ആണ് എന്ന് നമുക്ക് പറയാൻ പറ്റും അല്ലേ. അപ്പൊ അതിനെയൊക്കെ കുറിച്ച് പറയുന്ന ഒരു പാഠഭാഗമാണ് ഇത്. വളരെ ചെറിയ ചാപ്റ്റർ ആണ്, വളരെ ഈസി ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ചാപ്റ്റർ ആണ് കേട്ടോ. ഓക്കെ, ഇനി അടുത്ത എന്താണ്? വർഷ ആയി എന്ന് പറയുന്ന ഒരു കവിതയാണ്. ഒരു ഇച്ചിരി ഒരു ബുദ്ധിമുട്ടൊന്നും ഇല്ലാത്തൊരു നന്നായിട്ട് മനസ്സിലാവുന്ന, കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ എന്താണ് ഓണം എക്സാമിനൊക്കെ പഠിച്ച പോലെ തന്നെയുള്ള ഒരു കുഞ്ഞു കവിതയാണ് വർഷ ആയി, മഴ വന്നു എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ മഴയെക്കുറിച്ച് പഠിക്കുന്ന ഒരു കവിതയാണത്. അത് കഴിഞ്ഞാൽ നമ്മുടെ എന്താണ് അടുത്ത യൂണിറ്റ് ആണ്. നമ്മുടെ 3ാമത്തെ യൂണിറ്റ് എന്ന് പറയുന്നതിൽ നമുക്ക് ഇത്ര കാര്യങ്ങളെ പഠിക്കാനുണ്ടായിരുന്നുള്ളൂ. പേര് അതും പിന്നെന്താണ് നമ്മുടെ വർഷ ആയി, മഴ വന്നു എന്ന് പറയുന്ന ചാപ്റ്റേഴ്സ് നമുക്ക് പഠിക്കാനുള്ളൂ. സിമ്പിൾ ആയിട്ട് അതങ്ങ് കഴിഞ്ഞു പോകും. ഇനി സഫർ ഹി ജിന്ദഗി എന്ന് പറയുന്നതാണ് അടുത്ത പാഠഭാഗം എന്ന് പറയുന്നത്. സഫർ ഹി ജിന്ദഗി എന്ന് വെച്ചാൽ നമ്മൾ പറയാറുണ്ട് ജീവിതം ഒരു യാത്രയാണ് എന്ന് പറയും പോലെ. സഫർ എന്ന് വെച്ചാൽ യാത്ര എന്നാണ് അർത്ഥം. നമ്മൾ ട്രാവൽ ചെയ്യുന്നതിനാണ്, യാത്രയ്ക്കാണ് നമ്മൾ സഫർ എന്ന് പറയുന്നത്. ഓക്കെ, ജിന്ദഗി എന്ന് വെച്ചാൽ നമ്മുടെ ജീവിതമാണ്, ലൈഫിനാണ് നമ്മൾ ജിന്ദഗി. ഇത് വായിക്കുന്നത് എന്താണ്? ജിന്ദഗി എന്നാണ് കേട്ടോ. മക്കൾ പലപ്പോഴും ഈ വാക്ക് തെറ്റിച്ച് വായിക്കാറുണ്ട്. ജായുടെ അടിയിൽ കുത്തിയിട്ട ജ് എന്നുള്ള സൗണ്ടാണ്. അപ്പൊ എന്താണ്? ജിന്ദഗി അല്ലെ. സഫർ ഹേ ജിന്ദഗി അല്ലെ. ജീവിതം എന്ന് പറയുന്നത് ഒരു യാത്രയാണ് എന്ന് പറയുന്ന ഒരു യൂണിറ്റ് ആണ്. അപ്പൊ യാത്രകളെ കുറിച്ചുള്ള എന്തെങ്കിലുമൊക്കെ ആയിരിക്കും പഠിക്കാനുണ്ടാവും അല്ലെ. അതേപോലെ തന്നെ ആണ് നമ്മുടെ ആദ്യത്തെ കവിത. യാത്രയെ കുറിച്ചിട്ടാണോ ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കത് കൃത്യമായിട്ട് പറയാം. ഹവ ഓർ ധൂൽ എന്ന് പറയുന്ന ഒരു വെറൈറ്റി യാത്രയാണ് അതിൽ പറയുന്നത്. ഹവ ഓർ ധൂൽ എന്നാണ് കാറ്റും പിന്നെന്താണ് പൊടിയും. ധൂൽ മീൻസ് എന്താണ്? പൊടി എന്നുള്ള അർത്ഥമാണ്. ഇത് 2 എണ്ണത്തിൻ്റെയും കൂടിയുള്ള ഒരു കവിതയാണ് നമുക്ക് പഠിക്കാനുള്ളത്. ശ്യാം സുശീൽ സിൻഹാണ് എഴുതിയിട്ടുള്ളത്. സുശീൽ സിൻഹാണ് കേട്ടോ. ഓക്കെ, സൂണ്ട് നോക്കണേ, സുശീൽ സിൻഹാണ് എഴുതിയിട്ടുള്ളത് എന്നുള്ള കാര്യം ആലോചിക്കാം. ഒന്നുമില്ല, വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് പഠിച്ചു തീർക്കട്ടോ. ഇതൊന്നും അയ്യോ ഈ പേരൊക്കെ കേട്ടിട്ട് എനിക്ക് അറിയുന്നേ ഇല്ല എന്ന് പറഞ്ഞാൽ ടെൻഷൻ അടിക്കേണ്ട. ഇതൊക്കെ പഠിപ്പിക്കാനാണ് നമ്മളിവിടെ ഉള്ള കേട്ടോ. ഒരു ടെൻഷനും വേണ്ട, നമ്മൾ സൂപ്പറായിട്ട് അത് പഠിക്കും കേട്ടോ. അതേപോലെ തന്നെ നമ്മുടെ ക്രിസ്മസ് എക്സാമിൽ ഏറ്റവും ലാസ്റ്റ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത് ഒരു അടിപൊളിയായിട്ടുള്ള, നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടാൻ പോകുന്ന ഒരു കഥയാണ് ദോ സന്തരേ. സന്തരേ എന്നാണ് ഓറഞ്ചസ് എന്നുള്ള അർത്ഥമാണ്. ഈ പിക്ചറൊക്കെ കാണുമ്പോൾ തന്നെ മക്കൾക്ക് മനസ്സിലാവും. ഒരു കരടിക്കുട്ടനെ കാണുന്നുണ്ട്, പിന്നെന്താണ് 2 ഓറഞ്ചുകളെ കാണുന്നുണ്ട്. ഈ ഓറഞ്ചുകള് യാത്ര പോയ കഥയായിരിക്കും നമുക്ക് പഠിക്കാനുണ്ടാവുക. അതൊക്കെ നമുക്ക് നോക്കാം അല്ലെ. അപ്പം ദോ സന്തരേ എന്ന് പറയുന്ന ഒരു കുഞ്ഞെന്ത് കഥയും നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. അത് സൂപ്പറായിട്ട് നമുക്ക് എടുക്കാം. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ക്രിസ്മസ് എക്സാമിന് നിങ്ങൾക്ക് പഠിച്ചു തീർക്കാനുണ്ട്. ഇതൊക്കെ ഹിന്ദിയുടെ കാര്യം നമ്മൾ പറയുകയാണെങ്കിൽ സൂപ്പറായിട്ട് ഇത് മുഴുവൻ ലൈൻ ബൈ ലൈൻ മക്കൾക്ക് മലയാളത്തിലും പിന്നെന്താണ് അതിന് വരാൻ ചാൻസ് ഉള്ള എല്ലാ ക്വസ്റ്റ്യൻസും എല്ലാ കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ ആപ്പിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്.
അപ്പൊ ഇതുവരെ നമ്മുടെ ആപ്പിൽ ആരെങ്കിലും ചേരാൻ ബാക്കിയുണ്ടെങ്കിൽ നമ്മുടെ ഓണം ഓഫർ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഒന്നുകൂടി എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ എൻ്റെ മക്കൾ എന്ത് ചെയ്യുക, വേഗം ജോയിൻ ചെയ്യാത്തവരൊന്ന് ജോയിൻ ചെയ്തോളാം. എങ്ങനെ നോക്കിയാലും എന്താണ്, ഇനി അങ്ങോട്ട് യൂത്ത് ഫെസ്റ്റിവൽ അത് ഇതെന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ഒരുപാട് ക്ലാസ്സുകൾ പോകാൻ പോവാണ്. ഈ മക്കൾക്ക് അതിൻ്റെ ഇടയ്ക്ക് ഒരുപാട് എന്താണ് ജലദോഷം പനി എന്നൊക്കെ പറഞ്ഞ് കുറേ ലീവ് ഉണ്ടാവും. അപ്പോൾ ഒരുപാട് ചാപ്റ്റേഴ്സും കാര്യങ്ങളൊക്കെ നമുക്ക് പോകും അല്ലേ. അപ്പൊ ഇങ്ങനെ ഒരു ആപ്പ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണ്ട, സങ്കടപ്പെടേണ്ട ആവശ്യമില്ല, നിങ്ങൾ ഒരു ടെൻഷനും അടിക്കേണ്ട ആവശ്യമില്ല. കാരണം എന്താണ്, എപ്പോൾ വേണമെങ്കിലും ഏത് സമയത്തും മക്കൾക്ക് പഠിക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ് നമ്മുടെ ഓൺലൈൻ ട്യൂഷൻ ആപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു ആപ്പ് ഉള്ളത് എല്ലാവർക്കും നല്ലതാണ്. അപ്പോൾ ഇതൊക്കെ എടുത്താൽ എനിക്ക് പഠിക്കാനൊക്കെ എന്നൊക്കെയുള്ള ഡൗട്ടൊക്കെ ആയിരിക്കും. തീർച്ചയായും നിങ്ങൾക്ക് എന്താണ്, വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും ഇത്. എന്നും നമുക്ക് ഡെയിലി എന്ത് ചെയ്യും, നമുക്ക് ക്ലാസ്സുകൾ ഉണ്ടാവും. എല്ലാ ദിവസവും നമുക്ക് ക്ലാസ്സുകൾ ഉണ്ടാവും കേട്ടോ. ക്ലാസ് ഇല്ലാത്തൊരു ദിവസം ഉണ്ടാവില്ല. പിന്നെ ഹോളിഡേയ്സിന് മാത്രമേ നമുക്ക് ക്ലാസ്സുകൾ ഇല്ലാത്ത അവസ്ഥകൾ ഉണ്ടാവുള്ളൂ. അപ്പോൾ എന്നും മിസ്സിനെ പോലത്തെ അല്ലെങ്കിൽ നമ്മുടെ എന്താണ് നിങ്ങൾക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള എല്ലാ ടീച്ചേഴ്സിൻ്റെയും നിങ്ങളുടെ മുമ്പിൽ വരും. എന്നിട്ട് എന്ത് ചെയ്യും, നമുക്ക് മക്കൾക്ക് ചാറ്റ് ചെയ്യാൻ പറ്റും. അതായത് ചാറ്റ് ചെയ്യാൻ പറ്റും എന്ന് ഉദ്ദേശിച്ച് എന്താണ്, മിസ്സിൻ്റെ അടുത്ത് നേരിട്ട് ഡൗട്ടുകളൊക്കെ ചോദിക്കാൻ പറ്റും. അതിനനുസരിച്ചുള്ള ക്ലാസ്സുകളൊക്കെ എടുക്കും. എക്സാം കൃത്യമായിട്ട് എക്സാം, ഇപ്പോൾ ഓണം എക്സാം നടക്കും. ഓരോ ചാപ്റ്റേഴ്സ് കഴിഞ്ഞാലും ഓരോ യൂണിറ്റ് കഴിഞ്ഞാലും നമ്മൾ എക്സാം നടത്തുന്നതായിരിക്കും. ഇനിയിപ്പോൾ ക്രിസ്മസ് എക്സാമിൻ്റെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ മക്കൾക്ക് തരുന്നതായിരിക്കും. അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഇതിലുണ്ട്. ഇനിയിപ്പോൾ പാരൻസിന് എന്താണ്, ഒരു കമ്മ്യൂണിറ്റി ഗ്രൂപ്പ് നമ്മുടെ ആപ്പിൽ ഉണ്ടാവും. എന്താണ്, നിങ്ങൾക്ക് സ്പെസിഫിക് ആയിട്ട് എന്തെങ്കിലും പറയണമെങ്കിലൊക്കെ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ വന്ന് പറയാൻ പറ്റും. ഓക്കെ, അങ്ങനെയുള്ള എല്ലാ സംവിധാനങ്ങളും ഉള്ള ഒരു സൂപ്പർ ആപ്പാണ് നമ്മുടെ എന്ത് എന്ന് പറയുന്നത്, നമ്മുടെ പൃഥ്വി എന്ന് പറയുന്നത്. അപ്പോൾ എൻ്റെ മക്കൾ എന്ത് ചെയ്തോളാം, വേഗം ഇതുവരെ ചേരാത്ത ഏതെങ്കിലും മക്കളുണ്ടെങ്കിൽ നമ്മുടെ ഓണം ഓഫർ ഇപ്പോൾ തീരാറായിട്ടുണ്ട്. നമ്മൾ വീണ്ടും മക്കളുടെ റിക്വസ്റ്റ് പ്രകാരം എക്സ്റ്റെൻഡ് ചെയ്തതാണ്. അപ്പോൾ എന്ത് ചെയ്യുക, വേഗം വന്നിട്ട് ജോയിൻ ചെയ്യുക. നമ്മളെല്ലാ ടീച്ചേഴ്സും നിങ്ങൾക്ക് വേണ്ടി ഇവിടെ റെഡിയാണ്. അപ്പോൾ ഇതേപോലുള്ള എല്ലാ ചാപ്റ്റേഴ്സും അതിൻ്റെ ആയി ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻസും ഒക്കെ ആയിട്ട് മിസ് ഇനിയും വരുന്നതായിരിക്കും. ചാച്ചാ, ബൈ ബൈ.